പൊതുവിൽ നോക്കുമ്പോൾ ഈ ബജറ്റിനെ നമ്മൾ എങ്ങനെ കാണണം? ഏറ്റവും അവസാനം ഈ ആദായനികുതി സ്ലാബിൽ വരുത്തിയ മാറ്റം അതൊരു പക്ഷേ പ്രതീക്ഷിച്ചതിനൊക്കെ കുറച്ച് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ മാത്രമായിട്ട് ചുരുങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുമോ ഈ ബജറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ? ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് നമുക്ക് നോക്കിക്കാണാൻ അതിൻ്റെ മുഴുവൻ രേഖകളും പരിശോധിച്ചുകൊണ്ട് അതിനെ നോക്കിക്കാണാനൊരു സമയം ആയിട്ടില്ല. നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ബഡ്ജറ്റ് സ്പീച്ചിനെ അധികരിച്ചുകൊണ്ട് ബഡ്ജറ്റിനെ നോക്കിക്കാണാനേ ഈ ഒരു അവസരത്തിൽ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് ഈ ബഡ്ജറ്റ് സ്പീച്ച് പുറത്തു വരുന്ന സമയത്ത് തന്നെ ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആദായ നികുതിയുടെ പുതിയ റെജീം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ വളരെയധികം അത് മീഡിയ ആയാലും ഗവൺമെൻറ് തന്നെയും ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും ഒരു മുഖമുദ്രയായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക പരിതസ്ഥിതിയെ ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, പിന്നെ ഉപഭോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിവിധങ്ങളായ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധങ്ങളായ മറ്റ് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ മറച്ചു വയ്ക്കുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിലാണ് കേവലം 2% ആളുകൾ ആദായ നികുതി അടയ്ക്കുന്ന ഒരു ചെറിയ ശതമാനം, മൊത്തം ഇന്ത്യയുടെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായ ഈ ആദായ നികുതിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ രീതിയിൽ തന്നെയാണ് മീഡിയയും അതുപോലെ തന്നെ ആദ്യ പ്രതികരണങ്ങളിൽ.